എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഓക്കെ. നിങ്ങളുടെ നാട്ടിൽ തവരച്ചപ്പുണ്ടോ? തവര അല്ലെങ്കിൽ തകര എന്ന് പറയുന്നത് അത് സാധാരണ രീതിയിൽ അങ്ങനെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്നതാണ്, പറമ്പിലൊക്കെ. അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ കൂടുതലായിട്ട് പ്രാണികളും എന്തൊക്കെയോ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ കരുതി അതിനൊന്ന് പറിച്ചെടുത്ത് കുറച്ചൊന്ന് മാറ്റി നടാന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കാം, മാറ്റം വരുമോ എന്ന്. ഓക്കെ, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ആം ദീപ കെ കാക്കോത്ത്. എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോത്തിൽ ചിരി വീട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല ഉറപ്പുണ്ട് മണ്ണിന്, കണ്ടില്ലേ? പെട്ടെന്നൊന്നും കിളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കമ്പുമാതിരി ബാക്ക് ഭാഗത്തിൻ്റെ അതിട്ടിട്ട് കിളക്കാണ്. അവിടെ ഒന്നും നമ്മളൊന്നും നടാറില്ല. നോർമലി അവിടെ സാധാരണ രീതിയിൽ തവരേൻ്റെ ചെടിയൊക്കെ വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഇത്ര പ്രശ്നം കിളക്കാനേ. അപ്പോൾ കിളച്ച് കഴിഞ്ഞു. ഇച്ചിരി വെണ്ണീരൊക്കെ അവിടെ ഇടുകയാണ്. കിളച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെണ്ണീരൊക്കെ ഇട്ട് വളം വേണമല്ലോ. ഇതുവരെ അവിടെ ഒന്നും നട്ടിട്ടുണ്ടായില്ല, തന്നെ മുളച്ചതേ ഉള്ളൂ. ഇതിത്തിരി കമ്പോസ്റ്റ് വളമാണ്. മീൻസ് നമ്മുടെ ഭാഗത്ത് മണ്ണിരയുടെ നല്ല ഇതുണ്ട്, മണ്ണിര നിറയുണ്ട്. അപ്പോൾ മണ്ണിരയുള്ള ചപ്പും മണ്ണൊക്കെ ചേർത്ത് ഇട്ട്, പിന്നെ തവരച്ചപ്പാണല്ലോ, പിന്നെ നിറയെ സീമക്കൊന്നയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കരുതി കുറച്ച് സീമക്കൊന്നയുടെ ഇലയും കൂടി അതിൻ്റെ മുകളിലിടാണ്. അപ്പോൾ ഇനി തവരയുടെ ഇല ചെടി നടുകയാണ്. കുറേ നട്ടു വെച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുക. ചിലതൊക്കെ വലുതായത്, അത് ഇച്ചിരി വലുതായതാണ് ഞാൻ എടുത്തത്. അതാണ് ഇച്ചിരി പ്രയാസം. കണ്ടില്ല, നിൽക്കുന്നില്ല. ചെറുതൊക്കെ വെച്ചപ്പോൾ വേഗം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇത് മണ്ണും ഇലയൊക്കെ ആയതുകൊണ്ടേ. പിന്നെ തവരയുടെ ഇലയാണ്, പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. തന്നെ പറമ്പിലൊക്കെ വരുന്നതല്ലേ. ഇത് ഞാൻ പിന്നെ ഇപ്രാവശ്യം അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നു. പ്രാണിയും ഒരുമാതിരി കളറൊക്കെ മാറുന്നു. അപ്പം ഞാൻ കരുതി ഒന്ന് പറിച്ചു മാറ്റി വെക്കാന്ന്. നല്ല ഔഷധമുള്ള ഇലവർഗ്ഗമല്ലേ, അപ്പോൾ കരുതി അതിനൊന്നും ശ്രദ്ധിക്കാന്ന്. കൊതുക് തിരിയേണ്ട ഇതുണ്ട് കേട്ടോ. അവിടെ നിൽക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ്, കൊതുകുള്ളത് കൊണ്ടേ. ഇതൊക്കെ നട്ട് കണ്ടില്ലേ, ഇതാണ് നട്ടിട്ടുള്ളത്. ചീമക്കൊന്നയും വെണ്ണീരൊക്കെ ഇങ്ങനെ വെളിയിൽ കാണുന്നുണ്ട്. ഇന്നതൊന്നും കൃത്യമായി കാണില്ല, 2 ദിവസം കഴിയുമ്പോഴേ അതൊന്ന് ശരിയായി വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം നനക്കേണ്ട ആവശ്യമില്ല, മഴക്കാലമായതുകൊണ്ട്. മഴ ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ മഴ വരുന്നുണ്ട്. അപ്പം നോക്കാം, വളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ.